Hi friends, welcome to my YouTube channel. ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ബജാജ് ഡോമിനറിൻ്റെ ഷീൽഡ് ഹെഡ്ലൈറ്റ് എല്ലാം ഊരുന്നൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വീഡിയോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ആ സ്ക്രൂ ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചപ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് പോന്നു. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം. എന്താ സംഭവം എന്ന് വെച്ചാൽ, എൻ്റെ പിരി പോയി, ആക്ച്വൽ സ്ക്രൂ ഊരിപ്പോയി. ഒറിജിനൽ സ്ക്രൂവിൻ്റെ ലെങ്ത് കണ്ടോ? ഞാൻ ജസ്റ്റ് വെറുതെ ഒരു ഷോക്ക് വേണ്ടി വെച്ചേക്കണായിരുന്നു സ്ക്രൂ. ഈ 4 സ്ക്രൂസിലാണ് ഷീൽഡ് ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്പർ പ്ലേറ്റ്. ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഈ സ്ക്രൂസ് ഊരുമ്പോഴും ടൈറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. അല്ലെങ്കിൽ ഇതിനകത്തൊരു സംഭവമുണ്ട്, വെൽനട്ട് എന്ന് പറഞ്ഞാൽ. ആ സാധനം അകത്തുനിന്ന് തിരിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മ ഇവിടെ കിടന്ന് തിരിക്കണതിൽ യാതൊരു അർത്ഥമില്ലാണ്ടായി മാറും. ഉണ്ടോ? അത് കുറച്ച് പോയില്ല, എനിക്ക് യാതൊരു സങ്കടമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഷീൽഡ് പൊട്ടിയിരിക്കുകയാണ്. കണ്ടോ? ഇനിയിപ്പോൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഷീൽഡ് തകർന്നിരിക്കുകയാണ്. കണ്ടോ? ടേപ്പൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കണമായിരുന്നു. ഫുള്ള് ക്രാക്കാണ്. കണ്ടോ? ഫുള്ള് ക്രാക്ക് വീണ് തകർന്ന് തരിപ്പണമായിരിക്കണം. ഇതാണ് വെൽനട്ടിൻ്റെ ഒരു ഭാഗം. ഇനി മറ്റൊരു ഭാഗം ഞാൻ ഊരി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഷീൽഡ് ഊരി, ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ ഊരാം. ഊരി എടുക്കുന്ന നട്ടൊന്നും മിസ്സാവരുത്. എന്താണെന്ന് വെച്ചാൽ പിന്നീട് നിലവിളിക്കേണ്ടി വരും ഇതൊക്കെ മിസ്സായാൽ. ഈ കുഞ്ഞു സ്ക്രൂവിലാണ് ഈ ഒരു പീസ് ഇരിക്കുന്നത്. ഈ ഒരു പീസ് ഇരിക്കുന്നത് ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയുമാണ്. മറ്റേ വീഡിയോയിൽ നമ്പർ പ്ലേറ്റ് ഫിറ്റ് ചെയ്യുന്നത് പറഞ്ഞില്ലേ, ഇവിടെ ഫിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു പീസ്, ഈ ഒരു സാധനം ഇരിക്കുന്നത് ഈ ഒരു സ്ക്രൂവിലും ഈ ഒരു സ്ക്രൂവിലുമാണ്. ഇത് ഇത്തിരി ലെങ്ത് വീഡിയോ ആയിരിക്കും, അതുകൊണ്ട് ഞാനിത് ചിലപ്പോൾ 2 പാർട്ടായിട്ടായിരിക്കും കാണിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഭാഗം പോലും മിസ്സായി പോകരുത്. വണ്ണുള്ള പീസാണ്, വണ്ണുള്ള സ്ക്രൂ ആണ്.
സ്ക്രൂ ഒന്നും മിസ്സാവാതെ സൂക്ഷിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഊരാനുള്ളത് ഈ അലൈൻ കീ സ്ക്രൂ ഉണ്ടോ, ഇതൊരെണ്ണം ഇവിടെ ഉണ്ട്, പിന്നെ ഒരെണ്ണം ഉണ്ട് ഇവിടെ ഉണ്ട്. കണ്ടോ, ഒരെണ്ണയ്ക്ക് ഇവിടെ ഉണ്ട്. കണ്ടോ, ഇത് 4mm അലൻ കീ ആണത് വേണ്ടത്, അത് ഊരാനായിട്ട്. അപ്പം നമ്മുടെ പഴയ അലൻ കീ സെറ്റ് എടുക്കാം. ഞാൻ അന്ന് മേടിച്ച് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ ബജാജിൻ്റെ കൂടെ കിട്ടുന്ന അലൻ കീയൊക്കെ ഷോ പോകണം, കമ്പനി തരുന്ന അലൻ കീ. അപ്പോൾ നമ്പർ 4 ആണ് അതിന് വേണ്ടത്. ഓക്കെ, 4 സൈസ് അലൻ കീ. തിരിക്ക് ലൂസ് ചെയ്യേണ്ടത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ലൂസ് ചെയ്യുന്നത് കേട്ടോ. ടൈറ്റ് ചെയ്ത് തന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. ഒന്ന് പോന്ന്, ഇനി അടുത്തത് കണ്ടോ, 2 അലൻ കീ 4mm. പിന്നെ ഇതൊന്നും മിസ്സാവരുത്, ഒന്നും മിസ്സാവാതെ സൂക്ഷിച്ചോളണം. ഓക്കെ, നമ്മുടെ ഷീൽഡ് ഇനി ഇങ്ങോട്ട് പോരട്ടെ നൈസായിട്ട്. പിന്നെ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്ക്രൂ സെറ്റപ്പ് ഉണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റമാണ് അത്. ഇതുകൊണ്ട് പുഷ് ചെയ്തെടുക്കാൻ പറ്റും. ഉണ്ടോ, ജസ്റ്റ് ഒന്ന് തിക്കിയെടുക്കാവുന്നൊരു ടൈപ്പ് പരിപാടിയാണ്. എന്താ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കയറ്റണ ഒരു പ്ലാസ്റ്റിക് സ്ക്രൂ ആണിത്. നമുക്ക് അവസാനം ഫിറ്റ് ചെയ്യാം. ഇല്ലേ, അവൻ അവിടെ കിടന്ന് ബ്ലോക്ക് ഉണ്ടാക്കണം. അങ്ങനെ നമ്മുടെ ഹെഡ്ലൈറ്റ് തുറന്നിരിക്കുകയാണ് ഗായ്സ്. ഇതാണ് സംഭവം. എൻ്റെ പൊന്നോ, ഇനി ഞാൻ ഈ ഷീൽഡ് ഊരിയത് എന്തിനാണെന്ന് ഞാൻ ശരിക്കുള്ള സത്യം പറയാം. ഈ സാധനം കണ്ടോ, ഇതാണ് വെൽനട്ട്. ശരിക്കുള്ള വെൽനട്ട് ഇങ്ങനെ ഇരിക്കും. ഇത് നമ്മൾ ഒരുപാട് ഇത് കണ്ട, 1 ഇവിടെ, 2 ഇവിടെ, 3 ഇവിടെ, കാണുന്നുണ്ടോ, 4 ഇവിടെ. ഈ ഒരു സ്ക്രൂ ആണ്, വെൽനട്ടാണ് എൻ്റെ പോയത്. അത് ഞാൻ ടൈറ്റ് ചെയ്ത് സാധനം
പോയി അത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവനിങ്ങനെ നൈസായിട്ട് പുഷ് ചെയ്ത് പുറത്തെടുക്കുക. കാരണം ഇതവിടെ ഇരിക്കണതിൽ യാതൊരു അർത്ഥമില്ല. പുഷ് ചെയ്ത് പുറത്തെടുക്കാം. കണ്ട, സാധനം ഇതാണ് വെൽനട്ട്. ഇത് പോയാൽ പിന്നെ നമ്മുടെ ഷീൽഡ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആവില്ല. നമ്മൾ ടൈറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഷീൽഡ്. കണ്ട, ഇതിനകത്ത് പിരിയൊന്നും കാണാത്തതുണ്ടോ? പക്ഷേ ഈ ഒരു വെൽനട്ടിനകത്ത് നോക്കിയാൽ പിരി കാണുന്നുണ്ടോ? കാരണം ഇങ്ങനെയാണ് വെൽനട്ട് ഇരിക്കേണ്ടത്. ഈ ആണി പോലെ രണ്ട് ഇതിരിക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് വേണം ഇത്, ഈ ബുഷ്, ഈ രണ്ട് ബുഷും ഈ ആണിയുടെ അകത്തേക്ക് കയറിയിരിക്കുന്നു. ആണിയല്ല, ഇത് സംഭവം നല്ല സ്റ്റഡി ആയിട്ടിരിക്കാൻ വേണ്ടി അവർ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ബജാജ് ഡോമിനറിൻ്റെ ഹെഡ്ലൈറ്റ് ഇരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കൈ പിടിച്ചിട്ട് ഇതിൻ്റെ പരിപാടി ഒന്ന് നോക്കട്ടെ. അല്ലല്ലോ, പാസടിക്കുമ്പോൾ എഫക്റ്റ് നോക്കി കണ്ണടിച്ചു പോകണം. ഒരു രക്ഷയില്ലാത്ത LED ആണ് ബജാജ് ഡോമിനറിൻ്റെ, ഒന്നും പറയാനില്ല. അതെ, പഴയ വെൽനട്ടിൻ്റെ അവശിഷ്ടം. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലേ ഞാൻ എന്തിനാണ് ഈ ഹെഡ്ലൈറ്റ് ഊരിയെന്ന്. കണ്ട, ഇതാണ് പഴയ വെൽനട്ട്, ചീത്തയായി പോയ വെൽനട്ട്. കണ്ട, ഇത് ഇങ്ങനെ അകത്തിരിക്കണം. പഴയ വെൽനട്ട് ഒരു സാധനം കിട്ടിയുണ്ട് എനിക്ക്. ഇത് ഇങ്ങനെ ഇതിനകത്തിരിക്കണം, എന്നാലേ നമുക്ക് സ്ക്രൂ ഇവിടുന്ന് ചെയ്യുമ്പോൾ ഇതിങ്ങനെ അകത്ത് നിന്നിങ്ങനെ ചതഞ്ഞ് ഇതിങ്ങനെ ടൈറ്റായി വരുള്ളൂ. അതാണ് വെൽനട്ടിൻ്റെ ഫങ്ഷൻ. ഈ സാധനം കീറിപ്പോയി അകത്ത്. കണ്ടോ, അതിനകത്തെ പിടുത്തം പോയി. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിവിടെ നിന്ന് സ്ക്രൂ ടൈറ്റ് ചെയ്യുമ്പോൾ ഇവൻ ഇതകത്തുനിന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കും. ഒരു സാമ്പിൾ കാണിച്ചു തരാം. ഒരു സാമ്പിൾ ഞാൻ കാണിച്ചത്. കണ്ടോ, നിങ്ങളുടെ അകത്ത് കിടന്ന് തിരിയണുണ്ടോ? ഇങ്ങനെ കിടന്ന് ഇരിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി ടൈറ്റ് ചെയ്യുമ്പോൾ ഇവനിങ്ങനെ തള്ളി പുറത്തേക്ക് പോകും. അപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഇവനകത്ത് പോയി വീണു പോകും. അങ്ങനെ പോയി കഴിയുമ്പോൾ അകത്ത് കിടന്ന് കിടുകിടാ അടിയുകയും ചെയ്യും. നമ്മുടെ ഈ ബോൾട്ട് കണ്ടോ, നമ്മുടെ ഈ സ്ക്രൂ ഉണ്ടോ, ഈ സ്ക്രൂ അങ്ങോട്ട് പിരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് 2-3 കട്ടറൊക്കെ ചാടിക്കഴിയുമ്പോൾ ഇങ്ങനെ ഊരി വൈബ്രേറ്റ് ചെയ്തും പുറത്തേക്ക് തെറിച്ചു. അപ്പോൾ ഇത് മാറ്റണം. അതോടൊപ്പം തന്നെ പുതിയ ഷീൽഡും വെക്കണം. അതാണ് എൻ്റെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ. അപ്പോൾ ഇത് തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ. രണ്ട് ആണിയുടെ അകത്തേക്ക് ഇത് കയറ്റണം. ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഡീല ഉണ്ടോ. എന്നാണ്ട് ഇരുന്നോട്ടോ. ഇവിടെ ഇരുന്നോളൂ, ഇവിടെ ഇരുന്നോളൂല്ലോ, സീനൊന്നുമില്ല അപ്പം.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബജാജ് ഡോമിനാറിൻ്റെ ഹെഡ്ലൈറ്റ് ഊരിയുള്ള അവസ്ഥ. ഒരു റൗണ്ട് ഡൂമൊക്കെ വെച്ചാൽ വേറെ മൂടായിരിക്കും. എന്തായാലും തൽക്കാലം ഞാനിപ്പോൾ റൗണ്ട് ഡൂമൊന്നും വെക്കാൻ ഉദ്ദേശിക്കണില്ല. കാരണം ജാതി ഹെഡ്ലൈറ്റ്, ഇത്രയും പവറുള്ള ഹെഡ്ലൈറ്റൊക്കെ കളഞ്ഞിട്ട് റൗണ്ട് ഡൂമൊക്കെ കൊണ്ട് വെക്കണം, വെറും കോഴത്തരമാണ്. അപ്പോൾ നമ്മുടെ 99 RPM അവരുടെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്ത് സാധനം വന്നേക്കുന്നതാണ്. 99 RPM വെബ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഒരു 2 ആഴ്ച വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എനിക്ക് 2-2.5 ആഴ്ച വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഈ സാധനത്തിന് ഓർഡർ ചെയ്തിട്ട്. ഇച്ചിരി പോസ്റ്റായി പോയത്. അതെനിക്ക് വലിയ ധൃതി ഉണ്ടായിരുന്നില്ല. എൻ്റെ ഷീൽഡ് ഞാൻ ഒട്ടിച്ചൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണോണ്ട് വലിയ സീനുണ്ടായിരുന്നില്ല. വൈസർ വേണ്ട, 266 രൂപയുള്ള ഈ സാധനത്തിന്. ബജാജിൻ്റെ ഷോറൂമിൽ അന്വേഷിച്ചപ്പോൾ ഈ സാധനം സ്റ്റോക്കില്ലെന്ന്. എന്നാൽ പിന്നെ ഞാൻ ഓർത്ത് ഓൺലൈൻ അങ്ങോട്ട് മേടിച്ചേക്കാമെന്ന് ഓർത്തു. നമുക്ക് ഈ ഓൺലൈൻ മേടിക്കുന്നൊരു പണ്ടേ ഒരു കൗതുകമാണ്. ആഹാ, നൈസ്. പൊട്ടൊന്നുമില്ല, സ്ക്രാച്ചൊന്നുമില്ല, നൈസ് പുത്തൻ സാധനം, പുലിക്കുട്ടനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത്. വെൽനട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്ക്രൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 4 വെൽനട്ട്, സ്ക്രൂസ്, 2 ആലൻ കീ സ്ക്രൂ. വെൽനട്ടിന് ചെറിയ സ്ക്രൂസാണല്ലോ ഇട്ടേക്കണത്. എന്തായാലും നോക്കാം, സംഭവം വർക്കൗട്ടായാൽ മതിയല്ലോ. നമുക്ക് നീട്ടം കുറവാണെങ്കിലും ചിലപ്പോൾ ഈ അതിന് പറ്റിയ സ്ക്രൂ അല്ല, ഇത് പാടുപെടുന്നു. ഓക്കെ, എന്താ സാധനം പോകണുണ്ടോ അകത്തേക്ക്. ഇനി ഇത് തള്ളി ഇതിനകത്ത് കയറ്റും. തൽക്കാലം ഞാൻ ഒരു വെൽനട്ട് ഫിറ്റ് ചെയ്യുന്നുള്ളത്. കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. 4 വെൽനട്ടും ഫിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇനിയും വെൽനട്ട് നോക്കി ചിലപ്പോൾ നടക്കേണ്ടി വന്നാലേ. അപ്പോൾ ഈ വന്നേക്കണ പോയിൻ്റഡ് സംഭവം ഈ ഹോളിലേക്ക് കയറണം. കണ്ടോ, ഈ 2 ബുഷും ഈ ഹോളിനകത്ത് കയറണം. എന്നിട്ട്